പ്രബോധന മേഖലയിൽ നമ്മളുടെ സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സമൂഹങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ എന്താണ് താങ്കൾക്ക് നേരിട്ടിട്ടുള്ളത്? ഞാൻ മുമ്പ് പറഞ്ഞു നിർത്തിയ പോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ഒരു ആഗ്രഹം. നമ്മൾ മനസ്സിലാക്കിയ ഈ സത്യം ജനങ്ങൾ മനസ്സിലാക്കണമെന്നും കാലാകാലമായ ആ കുടീരമായ നരകത്തു നിന്നും അവർ മോചിതമാകണമെന്നാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ഉദ്ദേശം, അല്ലേ? നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യനെ നിങ്ങൾ രക്ഷിക്കുകയാണെങ്കിൽ ആ മനുഷ്യ സമുദായത്തിനെ രക്ഷിക്കുന്ന തുല്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രയത്നിക്കുന്നത് അതാണ്. പക്ഷേ നമ്മൾക്ക് എന്താണ് പ്രത്യേകമായി ഈ ദൗത്യ മേഖലയിൽ പ്രബോധന മേഖല നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചോദിച്ചാൽ, മുസ്ലിമുകളിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് നേരിടാൻ എന്താണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ താങ്കളെ വിഷമത്തിലാക്കിയ വല്ല അനുഭവങ്ങൾ? അവർ ചോദിക്കും, നിങ്ങൾ മറ്റുള്ള ജനങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ മുജാഹിദാണോ അല്ലെങ്കിൽ നിങ്ങൾ തബ്ലീഗാണോ? വിഭാഗിതകൾ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിൽ നമ്മൾ പഠിച്ച ഇസ്ലാമിലെ ഒരു വിഭാഗിത നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ. ഞാൻ മുസ്ലിമുകൾ പെട്ടവനാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ താടി വളർത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നെരിയാനിക്ക് നേരെ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിലോ ഇവരൊരു വസ്ത്ര പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക ഈ അവസ്ഥ താടികൾ മറ്റുള്ള കണ്ടിട്ട് ഇവരൊരു വിഭാഗമായി മുസ്ലിമുകൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ തെറ്റിദ്ധാരണ ഈ താടി വളർത്തുന്നതും ഈ ഡ്രസ്സ് ഈ നെരിയാണിക്ക് മേലെ വസ്ത്രം കൊടുക്കുന്നതും ഉസ്താദുമാര് മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ സുന്നത്താണ്, അല്ലേ? പ്രവാചകൻ്റെ സുന്നത്തിൽപ്പെട്ട ഏറ്റവും വലിയ താടിയാണ് ഈ സുന്നത്തായി താടി, ഇല്ലേ? ഇത് വെറുതെ 80 രൂപയ്ക്ക് അല്ലെങ്കിൽ 60 രൂപ കൊണ്ട് ഷേവിങ് ഷർട്ടിൽ കൊണ്ട് കൊടുത്ത് ചൊരച്ച് കളയുന്നേക്കാളും മുഖത്തിരിക്കുമ്പോൾ നമ്മൾ മരണം വരെയുള്ള സുന്നത്താണ്, അല്ലേ? അതായത് നമ്മൾ എന്തൊരു സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മളെ ശരീരത്തിൽ റൂഹിന് ആവശ്യമുണ്ട്. പക്ഷേ നല്ല നീയത്തോടു കൂടി ഇത് പ്രവാചകൻ്റെ ചര്യയാണെന്നുള്ള നിലയിൽ നമ്മൾ താടി വളർത്തുകയാണെങ്കിൽ അതിനും പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. അതായത് പ്രവാചകനെ അനുധാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ താടി വളർത്തുന്നത്. മാഷാഅല്ലാഹ്, ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ആ മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ ഒരുപക്ഷെ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, ഉണ്ണി നീ എന്താണ് ഇങ്ങനെ നടക്കണത്, നിനക്കൊന്ന് ഷേവ് ചെയ്തുകൂടെ എന്നുള്ളത്. മാഷാഅല്ലാഹ്, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം നമ്മൾ പ്രവാചകനെ പിൻപറ്റി ജീവിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രബോധനത്തിൻ്റെ, അതായത് ഇസ്ലാമിൻ്റെ പ്രബോധനം മാഷാഅല്ലാഹ് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണെന്ന് ഞാൻ പറഞ്ഞു. അത്തരത്തിൽ നാട്ടിൽ നിന്നുള്ള സഹോദരങ്ങളുടെ, അതായത് പിന്നെ ഇന്ന് സ്വന്തം സമുദായത്തിലുള്ള ആളുകളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ടോ അതോ അവർ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥയാണോ ഉണ്ടായിട്ടുള്ളത്? സഹകരണങ്ങൾ കുറവാണ്. പക്ഷേ എന്താണ് ഒരു സങ്കടകരമായ ഒരു കാര്യം ചോദിച്ചാൽ, നമ്മളെക്കാളും അറിവുള്ളവരും നമ്മളെക്കാളും അറിയുന്നവർ ഈ മേഖലയിൽ ഇറങ്ങിത്തിരിക്കാൻ അവർ തയ്യാറല്ല എന്ന് മാത്രമാണ്, അല്ലേ? ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയാനാണ്. ഒരു 10,000 റുപ്യ താഴ്ന്ന് വീണ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് താഴെ കിട്ടിയ വില ഉണ്ടാവുള്ളൂ. പക്ഷേ അതേസമയം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ വില കിട്ടുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്ത് വന്നവരാണല്ലേ. നമുക്ക് സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനെ കാണുമ്പോൾ നമുക്കിത് പറയാൻ മാത്രമാണ് വിങ്ങൽ കൊതിക്കുക, മനസ്സ് കൊതിക്കുക. എങ്ങനെയെങ്കിലും ഈ കാര്യം ഒന്ന് പറയണം. അയ്യോ, ഈ നമ്മളെ കൊണ്ട് ഇപ്പോൾ 5 മിനിറ്റ് എന്നെ കൊണ്ട് ഒരാൾ ഒന്ന് സംസാരിച്ചു, എന്താണ് ബിലാലെ സുഖന്നല്ലേ, എന്താ വിശേഷങ്ങൾ, സുഖമല്ലേ, എന്താ ജോലി ചെയ്യുന്നത്, എന്തൊക്കെ അയാൾ എന്നെക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് പോയാൽ, അയ്യോ റബ്ബേ, എത്ര നേരം അദ്ദേഹം എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു, എൻ്റെ ദുനിയാപരമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ആഹാരപരമായ അദ്ദേഹത്തിൻ്റെ കാലാകാലമായ ആ കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തില്ലല്ലോ റബ്ബേ, അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട റബ്ബേ. എപ്പോഴും മനസ്സിനായി ഒരു സങ്കടം എപ്പോഴും അലട്ടാറുണ്ട്. നമ്മളെ കൊണ്ട് പരിചയപ്പെട്ട് മുന്നിലൂടെ കടന്നു പോകുന്ന വ്യക്തികളോട് ഈ ഒരു സത്യം നമ്മൾ പറഞ്ഞു കൊടുത്തില്ലല്ലോ. ഇതൊരു സത്യമാണ്, അദ്ദേഹത്തിന് ഈ സത്യം അറിയൂല, ഇത് നമ്മൾ അറിയുന്നവരാണ്. ഇത് അറിഞ്ഞിട്ട് നമ്മൾ മറച്ചു വെക്കുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ? അപ്പോൾ ഇതെപ്പോഴും മനസ്സിനിത് ഇത് ഉണർത്താറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇസ്ലാമിനെ ഈ രീതിയിൽ മുസ്ലിമുകൾക്ക് ഈ രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ എക്സാമ്പിളായി പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് വേദനിപ്പിക്കാറ്. അതായത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് നമ്മളുടെ വിശ്വാസപ്രകാരം, അല്ലേ, അവരുടെ ആചാരപ്രകാരങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ഓരോ സത്യവിശ്വാസിയുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാമിൻ്റെ പ്രബോധനം. ആ രീതിയിൽ അവരോട് ഇസ്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഏത് രീതിയിലാണ് മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ നിങ്ങളോട് പെരുമാറാറുള്ളത്? ചില ആൾക്കാർ പറയും, നീ ഇപ്പോൾ പുതിയതായിട്ടൊന്ന് പഠിച്ചുണ്ടാക്കിയ കാര്യമല്ലേ. ചിലവർ അനുകൂലിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വ്യക്തിപരമായി ഒരു ആദർശത്തിന് കീഴിൽ നിൽക്കുന്ന സ്വന്തം യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ള സഹോദരന്മാർ ഒരുപാട് സമൂഹത്തുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ എടുക്കാറുണ്ട്. ചില ആൾക്കാർ അവർ എക്സാമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് സങ്കടപ്പെടുത്തുന്നത്. ഇപ്പോൾ നീ പുതിയതായി വന്ന മുസ്ലിം അല്ലേ, കാലാകാലമായുള്ള മുസ്ലിമുകളുണ്ട്, അല്ലേ? അവരൊന്നും ഇങ്ങനെയുള്ളൊന്നും ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ഞങ്ങൾ കാണാറില്ല. അവർ നമ്മുടെ അവിടെ നാട്ടിൽ പള്ളി നേർച്ചയ്ക്ക് പോകാറുണ്ട്, മറ്റുള്ള ചന്ദനക്കൂടം, മറ്റുള്ള ഉത്സവങ്ങളോ, സിനിമാ തിയേറ്റർ, മദ്യപാനം എല്ലാത്തിലും പോകാറുണ്ട്. അവർ മുസ്ലിമുകളല്ലേ, നീ എന്താ പുതിയത് ഇല്ലാത്തതെന്ന് പറയുന്നതെന്നാണ് അവർ പറഞ്ഞത്, സാധാരണക്കാരൻ. പക്ഷെ അവരും അതാണ് ഞാൻ അവരോട് പറഞ്ഞ വിഷയം തന്നെ, ഞാൻ ഇതുപോലെ തന്നെയാണ് സഹോദര, നിങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെയാണ് ഞാനും മനസ്സിലാക്കിയത് ഇസ്ലാം. പക്ഷെ നമ്മളെല്ലാം ഞാൻ സജീവമായി ജീവിക്കുമ്പോൾ ഞാൻ എന്തെല്ലാം തിന്മകൾ ചെയ്യുന്നുവോ അതെല്ലാം തിന്മകൾ ഇവരെൻ്റെ കൂടെ പങ്കാളികളുണ്ട്. അത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ എല്ലാ തിന്മകളും പങ്കാളിയായുണ്ട്.
പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്നും ഇസ്ലാം എന്താണെന്ന് ഇവരുടെ ജീവിതചര്യത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരാളുടെ ജീവിതചര്യയിൽ ഇസ്ലാം വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രബോധനമായി വരിക അല്ലേ. ഒരാളുടെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വർക്ക് ജീവിതശൈലി ആയിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, അയൽവാസികളോട് ബന്ധമായിക്കോട്ടെ, മാതാപിതാക്കളോട് ബന്ധമായിക്കോട്ടെ, സുഹൃത്തുക്കളോട് ബന്ധമായിക്കോട്ടെ, ഈ ബന്ധങ്ങൾ എന്താണെന്ന് ഇത് മൊത്തത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഇസ്ലാം എന്താണെന്ന് നമുക്കറിയാൻ കഴിയുക. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത സഹോദരങ്ങളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഇസ്ലാമിൽ പഠിക്കാൻ കഴിയുക? സാധാരണ ആൾക്കാർ നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണത്. നിങ്ങളുള്ള പോലെ ഒന്നും അവരെ കാണാനില്ലല്ലോ, അപ്പോൾ നിങ്ങളെന്താ പുതിയ ഉണ്ടാക്കി കൊണ്ട് തരികയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഉണ്ടാക്കി തരാനൊന്നും നമുക്കില്ല, നമുക്ക് ഇതിലുള്ളത് പറയാനുള്ളൂ. ഇതിൽ പൊതുവെ ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ പുതിയ ചേർക്കാനോ ഒന്നും അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ചേർത്താനോ ഇല്ല, അതിൽ കുറയ്ക്കാനോ ഇല്ല അല്ലേ. അപ്പോൾ അത് പ്രവാചകന്റെ ശരിയാണ്, കാല റസൂൽ അള്ളാഹ് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, അവൻ്റെ റസൂൽ പറഞ്ഞത്. അതിനപ്പുറം നമ്മൾ ചിന്തിക്കാനോ ഇല്ല, കുറയ്ക്കാനോ ഇല്ല അല്ലേ. ഇതേ ഈ ശരി നമ്മൾ പറയും, നിങ്ങൾ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ മുസ്ലിം നാമധാരികൾ തന്നെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ തന്നെ വിരുദ്ധങ്ങളുണ്ടല്ലോ. ഖബറൊക്കെ കെട്ടിപ്പോക്കി അതിനോട് പ്രാർത്ഥിക്കും. നമ്മൾ മുസ്ലിമായി ചെയ്യുന്ന അതേ രീതി. അപ്പോൾ ഞാൻ പറയുമ്പോൾ ചോദിക്കും, നീ പുതിയതായി വന്നാലല്ലേ നിനക്കൊന്നും അറിയൂല എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്കറിയില്ല, ശരിയാണ്. പ്രവാചകൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സഹാബാക്കൾ ഇത് മനസ്സിലാക്കി, പ്രവാചകൻ്റെ നിന്നും അക്ഷരം വെതി ദീന് മനസ്സിലാക്കിയവരാണ് സഹാബാക്കൾ അല്ലേ. നിങ്ങൾ അള്ളാഹു അല്ലാതെ പല ഇലാഹിനോട് മുന്നോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചതാണോ സഹാബാക്കൾ പഠിപ്പിച്ചതാണോ ചോദിച്ചാൽ അവർ പറയും, നീ ഒരു പുത്തൻവാദിയാണെന്ന് പറയും. എങ്ങനെയാണ് പുത്തൻവാദി എന്ന് പറയാൻ കഴിയുക അല്ലേ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം പോലും അള്ളാഹു അല്ലാതെ ഒരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. പ്രവാചകൻ്റെ ശരീരമില്ല. പിന്നെ അതില്ലാത്തതിൻ്റെ പേരിൽ പല ആൾക്കാരും പല രീതികളും നമുക്ക് ദുഃഖകരമായ കാര്യം എന്താ, ചിലവരോട് സലാം പറഞ്ഞാൽ സലാം പോലും മടക്കൂല. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവനെന്തോ പുതിയ വാദികൾ. പുതിയ വാദിയല്ല, ഇസ്ലാം കർഷിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നവരോട്. ഇസ്ലാം അനുവാദം ചെയ്യുന്ന പ്രവാചകൻ്റെ ചരിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അവർ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നീ പുതിയൊരു രീതിയാണെന്നാണ് അവർ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി നമ്മളൊരു സമൂഹമായി മാറ്റി നിർത്തുകയാണ് കാണാൻ കഴിയും. അതൊരു വേദനയൊരു കാര്യമാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മുസ്ലിം സമൂഹത്തിനിടയിൽ ജീവിക്കുക, നമുക്ക് അവരോട് നിൽക്കുക, ഈ സത്യം അറിയാത്തവർക്ക് ഒരുമിച്ച് നിന്ന് പറഞ്ഞു കൊടുക്കുക, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ ഹക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നീ ഒരു പുത്തൻ എന്ന പേര് പറഞ്ഞ് നമ്മൾ അവർ ഒതുക്കി നിൽക്കുക എന്നൊരു കാര്യം മാത്രമാണ് നമുക്ക് സമുദായത്തിൽ നിന്ന് നേരിടാൻ വേണ്ടി ഒരു കാര്യം. അതെ അതെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിന. നിങ്ങളൊരു കൂട്ടരെ പോലെ ആവരുത്, അവർ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് ഒരു ഭിന്നിച്ച് കക്ഷികളായി തീർന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഭിന്നിക്കാനുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്, ഫഇൻ തനാസൗതും ഫീ ഷൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി യൗമിൽ വൽ ആഖിർ എന്നുള്ളതാണ്. നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ അള്ളാഹു എന്താണോ പറഞ്ഞത്, റസൂൽ എന്താണോ പറഞ്ഞത് അതിലേക്ക് മടങ്ങണം. നിങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെന്നുള്ള നിലയിലാണ്. പക്ഷേ ആളുകളിന്ന് പലരും അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ നേതാവ് എന്താണോ പറഞ്ഞത്, എൻ്റെ കുടുംബക്കാരെന്താണോ പറഞ്ഞത്, ആ രീതിയിലാണ്. സഹോദര, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ധാർമ്മികമായ അവസ്ഥകളിൽ എന്തൊക്കെ നന്മകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്? ആദ്യം തന്നെ പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ ആദ്യം അവൻ ഉദ്ദേശിക്കണം. ഒരാൾക്ക് നമുക്ക് നന്മ ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഒരാൾക്ക് നമുക്ക് തിന്മ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആരാ ഉദ്ദേശിക്കണം? അവൻ ഉദ്ദേശിക്കണം. ഈ ലോകം ഫുള്ള് നമ്മുടെ കൂടെ ഉണ്ടായാലും റബ്ബ് നമ്മളില്ലെങ്കിൽ ഒരാൾക്കൊരു നന്മ നമുക്ക് ചെയ്യാൻ കഴിയൂല അല്ലേ. അതുപോലെ ഈ ലോകത്തെ എല്ലാ ജനങ്ങളും നമ്മുടെ കൂടെ ഉണ്ട്, റബ്ബ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് തിന്മയുണ്ടായിട്ടും കാര്യമില്ല, നന്മയുണ്ടായിട്ടും കാര്യമില്ല. അപ്പം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവൻ്റെ കൽപ്പനകളും അവൻ്റെ കാര്യങ്ങളാണ്. അപ്പം എനിക്ക് പറയാൻ വന്ന കാര്യം, നമുക്ക് അശ്രദ്ധ കഴിഞ്ഞ സമയത്ത് ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, എന്തെന്നെ വരുന്ന സമയത്തൊക്കെ നമ്മളെന്ത് ലാവിഷായിരുന്നു. നമുക്ക് കുറഞ്ഞ കാലം ജീവിതമൊന്നോ ഇല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടോ എന്ന് നമുക്ക് അറിയൂല. അപ്പോൾ അശ്രദ്ധയിലും ലാവിഷായി ജീവിതം, കുറഞ്ഞ കാല ജീവിതം ആസ്വദിക്കാനും ആഡംബരത്തിനും നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ എൻ്റെ യുക്തിക്കനുസരിച്ച് എൻ്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിതമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച്. പക്ഷേ നമുക്ക് കുറഞ്ഞ കാലമുള്ള ജീവിതമാണ് ഈ ഭൂമിയിലെന്നും കാലാകാലമുള്ള ജീവിതം നാളെ ആഖിറത്തിലെന്നും നമുക്ക് അറിഞ്ഞപ്പോൾ തൊട്ട് ഈ ജീവിതത്തിൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് അനുസരിച്ച് ജീവിക്കുന്നു. എൻ്റെ പരസ്യത്തിലും എൻ്റെ രഹസ്യത്തിലും എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ കച്ചവടത്തിലും എല്ലാത്തിലും റബ്ബിൻ്റെ കൽപ്പനകൾ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം ഒരു കാലത്ത് ഉറങ്ങി എണീക്കുമ്പോൾ തൊട്ട് നമ്മൾ രാത്രി കിടക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യണമെന്ന് വ്യക്തമായി ലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്
നമ്മളെപ്പോഴും പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു കച്ചവടത്തിന് പോകുമ്പോൾ ഈ കച്ചവടം നമ്മൾ ഫസ്റ്റൊക്കെ ഒരു കച്ചവടം ഞാൻ ഫസ്റ്റ് പല പലിശ ഇടപാടുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പലിശ ഇടപാട് ഹറാമെന്ന് പറഞ്ഞപ്പോൾ പലിശ ഇടപാട് ഞാൻ ഒഴിവാക്കി. പല ബിസിനസ്സിൽ കള്ളത്തരങ്ങൾ ചെയ്യാമല്ലോ. ഇത് ഇവിടെ ഈ വിലയ്ക്ക് വിറ്റില്ലെങ്കിൽ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വെച്ച് നല്ല ഉൽപ്പന്നങ്ങൾ വെച്ച് പറഞ്ഞ് വിൽക്കുക. പക്ഷെ ഇസ്ലാം പറയുന്നത് നിങ്ങൾ കച്ചവടത്തിൽ പോലും നീതി കാണിക്കുന്ന ഇസ്ലാം പറയുന്നത്. കച്ചവടം നീതി കാണിക്കുക പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ കച്ചവടത്തിൽ ഒരു കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പറഞ്ഞ് കച്ചവടം ചെയ്യുക. ആ കച്ചവടം ഞാനത് അനുസരിച്ച് അപ്പോൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇസ്ലാം പറയുന്ന ഒരു കർശിക്കുന്ന നിയമ നിർദ്ദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതം തന്നെ മാറ്റാണ്. എനിക്ക് ഒരു ലാഭവും ഞാൻ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല, ഒരു നന്മയും പ്രതീക്ഷിക്കുക. എനിക്ക് നന്മ തരികയാണെങ്കിൽ ആരാ തരേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തരണം അല്ലേ. എനിക്ക് നഷ്ടം തരികയാണെങ്കിൽ ആരാ തരേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തരണം. അപ്പോൾ ഈ ഒരു വിശ്വാസം അനുസരിച്ച് പോകുമ്പോൾ എനിക്ക് ലാഭവും നഷ്ടത്തിൻ്റെ ചിന്തകളൊന്നുമില്ല. നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ഇതിൻ്റെ ഒരു ചിന്തകളുമില്ല. ഇതെല്ലാം തരുന്നത് ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. തവക്കൽ അള്ളാഹുവിൻ്റെ മേലെ ഭാരം അർപ്പിച്ച് ജീവിക്കുമ്പോൾ നല്ലൊരു സുഖം തന്നെയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൻ്റെ നാഥൻ തന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവനും കൈവെടിഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ തൻ്റെ നാഥൻ തന്നെ കൈവെടിയുകയാണെങ്കിൽ ഈ ലോകം മുഴുവനും നമ്മളെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലും കാര്യമില്ല എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, അത് തന്നെയാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ മാറി മാറി വരുന്ന അവസ്ഥകളിൽ അവനെ സമാധാനത്തിൻ്റെ റബ്ബിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ള പ്രചോദനം. ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. നമുക്കെല്ലാവരും ഓരോരോ തരത്തിലും പ്രതിസന്ധികൾ നേരിടുന്നവരാണ്. അത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് ഇസ്ലാമിന് മുമ്പ് എന്തായിരുന്നു താങ്കൾ അതിൽ നിന്ന് മുക്തി നേടാൻ കണ്ടെത്തിയിരുന്ന മാർഗം? പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് നമ്മൾ ദുനിയാപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ പല ലഹരികളിലും പല ഉൽപ്പന്നങ്ങളിലുമാണ് ആശ്രയം കണ്ടെത്തിയിരുന്നത്. ഇത് മറക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കും. പിന്നെ അത് മാത്രമല്ല, പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ നമ്മൾ പ്രതിസന്ധികൾ ഒളിച്ചോടാനൊക്കെ പ്രതിസന്ധികളിൽ നിന്ന് വിട്ട് ഒളിച്ചോടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് തരണം ചെയ്യാതെ മാറി നിൽക്കാൻ. അതുപോലെ തന്നെ പിന്നെ പ്രതിസന്ധി നിവർത്തികളില്ലാതെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അതിനുള്ള സൊല്യൂഷൻ പല ദർഗകളിലും അതുപോലെ തന്നെ പല അമ്പലങ്ങളിലും കൊണ്ടുപോയി കാശ് കൊണ്ടിട്ട് അവർ എന്താണ് അതിനുള്ള മാർഗം. ഇതല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഒരാളുടെ ഒരു ജോലിസിൻ്റെ അടുത്ത് പോയി പറയും ഇവിടെ പോകേണ്ട വേറൊരു ക്രിയ ചെയ്യാൻ അങ്ങോട്ട് പോകും. അതുപോലെ ഒരു ദർഗയിൽ പോയി ഈ ദർഗയിൽ പോകേണ്ട വേറെ ദർഗയിൽ അവിടെ പോകും. അതുപോലെ ഒരു അമ്പലത്തിൽ പോയി ഈ അമ്പലമല്ല, അങ്ങനെ മാറി ഇവിടെ അല്ല പറഞ്ഞാൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞിരുന്നു. പ്രതിസന്ധികൾ തേടി ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എവിടെയാണെന്ന് തേടി ഒരുപാട് അലഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു പ്രതിസന്ധികൾ വരുമ്പോൾ ഈ പ്രതിസന്ധികൾ തരുന്നത് ആരാണ്? അള്ളയാണ്. ആ പ്രതിസന്ധികൾ മാറ്റുന്നത് ആരാണ്? അള്ളയാണ്. ഒരു പ്രതിസന്ധി ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ അള്ളോനോട് മുഷാവറ ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രതിസന്ധികളോ എനിക്കൊരു പ്രതിസന്ധി പ്രയാസമായി തോന്നുന്നില്ല, ഒരു പ്രതിസന്ധികൾ എനിക്ക് കഷ്ടമെന്ന നിലയിൽ തോന്നുന്നില്ല, അതിന് ഒളിച്ചോടാനുള്ള ശേഷിയും വരുന്നില്ല. എല്ലാത്തിനും അഭയം ആരുടെ അടുത്താണ്? ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ തന്നെയാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അള്ളാഹു സുബ്ഹാനഹു വ തആല മാഷാ അല്ലാഹ് ഹക്കിൻ്റെ പാതയിലായി ജീവിക്കാനും അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവിടുന്ന് മടങ്ങാനും തൗഫീക്ക് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, നമ്മളെ പ്രിയപ്പെട്ട സഹോദരൻ ബിലാലിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മാഷാ അല്ലാഹ് ബിലാലിൻ്റെ മാതാവിൻ്റെയും അതുപോലെ തന്നെ മുത്തശ്ശിയുടെയും വിശേഷങ്ങൾ കേൾക്കാം. എന്താണ് അമ്മേ വിശേഷം? സുഖമല്ലേ? മാഷാ അല്ലാഹ്. പിന്നെ സഞ്ജീവായിരുന്ന നിങ്ങളുടെ മകൻ മുഹമ്മദ് ബിലാലായപ്പോൾ എന്താണ് അവനെക്കൊണ്ട് നിങ്ങൾക്ക് മാഷാ അല്ലാഹ് അവൻ്റെ പഴയ ജീവിതത്തിൽ നിന്നും നല്ല അഭിപ്രായമാണോ അതല്ല വല്ല മോശമായ പ്രതികരണമോ അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് വല്ല അവസ്ഥകളോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അവൻ ആദ്യത്തെ വെച്ച് നല്ല ഒരു മാറ്റമുണ്ട്. നല്ലൊരു മാറ്റം പറഞ്ഞാൽ നല്ലൊരു മാറ്റമുണ്ട്. ഇസ്ലാം സ്വീകരിച്ചത് ഞങ്ങൾക്കിപ്പോൾ സന്തോഷമുള്ളൂ. ആദ്യമൊക്കെ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പം നല്ല സന്തോഷമായിരുന്നു. സന്തോഷം തന്നെയാണ്. സന്തോഷം പറഞ്ഞാൽ ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഓരോരുത്തർ പറയുന്നതും പള്ളിയിലേക്ക് പോകണു നിങ്ങളുടെ മോൻ, ഈ അമ്മ എങ്ങനെ വളർത്തിയതാണ്, ആ കുട്ടി പള്ളിയിലേക്ക് പോകണു എന്ന് പരിസരവാസികളൊക്കെ പറയുമ്പോൾ ഒരുപാട് ഞാൻ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്, അവനെ അടിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി അത് നല്ല ഒരു 100 വട്ടം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് ഞങ്ങൾ തയ്യാറായിരിക്കുന്നത്. സാധാരണഗതിയിലേ ഞാനും അമ്മയുടെ മോനെ പോലെ തന്നെ ഇസ്ലാം മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചതാണ്. നമ്മളെ മാതാപിതാക്കൾ നമ്മളോട് ഏത് രീതിയിൽ പ്രതികരിച്ചാലും ഇസ്ലാം പഠിപ്പിക്കുന്നതോട് അനിസ്കുറിലി വലി വാലിദൈക്കങ്ങൾ എനിക്കും നിങ്ങളെ മാതാപിതാക്കൾക്കും, അതായത് റബ്ബിനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ്. പക്ഷേ ഒരുപക്ഷെ നമുക്ക് മാതാപിതാക്കളിൽ നിന്നും ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവനെ ഉപദ്രവിച്ചു, ചീത്ത പറഞ്ഞു, ഇത്തരത്തിലൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ ഈ അനുഭവങ്ങളിലൊക്കെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ അമ്മേനോട് പറയാറുണ്ട്, ലോകത്തെ എല്ലാ മക്കളും മാതാപിതാക്കളെ ഈ രീതിയിൽ അനുസരിക്കുകയാണെങ്കിൽ എത്ര അമ്മമാർ അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലൊക്കെ മക്കൾ നോക്കാതെയും മറ്റൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ നിയമമാണ് മാതാപിതാക്കളെ നോക്കണമെന്നും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതനുസരിച്ചിട്ടില്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ബോധം ഈ മനുഷ്യർക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ആ ഒരവസ്ഥയിൽ മക്കളെല്ലാവരും മാറുകയാണെങ്കിൽ സമൂഹത്തിൽ നന്മ ഉണ്ടാവുമോ അതോ പ്രയാസങ്ങൾ ഉണ്ടാവുമോ? എന്താണ് അമ്മയ്ക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പറഞ്ഞാൽ നമ്മുടെ രാജ്യയെ ഒരു നന്മ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, അല്ലാതെ ഒരിക്കലും തിന്മ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതൊരു നല്ല ഒരു നന്മയ്ക്ക് ഉള്ള ഒരു നേർവഴിയാണ് ഇസ്ലാമിൻ്റെ വെളിച്ചമെന്നാണ് ഞങ്ങൾ. അൽഹംദുലില്ലാ. എന്തായാലും നല്ല മോനും അമ്മയും അമ്മമ്മയൊക്കെ ആയിട്ട് ജീവിക്കാൻ, ഒരുപാട് കാലം മക്കളോടൊപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കാൻ റബ്ബ് സുബ്ഹാന തആല നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിന്നെ സാധാരണഗതിയിൽ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞ ആളുകൾ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ പറയും മാതാപിതാക്കളെ നോക്കരുത്, അവിശ്വാസികളായ ആളുകളാണ് അവരെ രക്ഷാധികാരികളാക്കി വെക്കരുത് എന്നൊക്കെ പറയും. സൂറത്ത് ലുക്മാനിൽ അല്ലാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, റബ്ബിനോട് പങ്കു ചേർക്കേണ്ട വിഷയത്തിൽ, അതായത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അല്ലാതെ മറ്റേതെങ്കിലും സൃഷ്ടികളോട്, മനുഷ്യനുണ്ടാക്കി വെച്ച വസ്തുക്കളോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിലല്ലാതെ, അങ്ങനെ ഒരു കാര്യം പറയുകയാണ്, നീ ഒരു മനുഷ്യനുണ്ടാക്കി വെച്ച വസ്തുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും അനുസരിക്കാൻ പാടില്ല. അതല്ലാത്ത എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അതല്ല മാതാപിതാക്കൾ മറ്റു മതവിശ്വാസികളായതുകൊണ്ട് അവരെ നോക്കരുതെന്നോ അവരെ ഉപേക്ഷിക്കണമെന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അത്തരത്തിലൊക്കെ പ്രചരണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാഷാ അല്ലാഹ് ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ ഈ സമുദായത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു മെസ്സേജാണ്. എന്ത്, എൻ്റെ മോൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എനിക്ക് കൂടുതൽ സ്നേഹമുള്ളൊരു മകനായിട്ടാണ് എനിക്കിത് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് ഈ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ നല്ലൊരു മെസ്സേജാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു കുട്ടിയും ഇത് എൻ്റെ മോൻ സ്വീകരിച്ച പോലെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരാളും ഇത് എതിർക്കേണ്ട കാര്യമില്ല, അതിനെ ഒരു തള്ളിവിടേണ്ട കാര്യമില്ല, ഒന്നുമില്ല, സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് ഈ രാജ്യത്തിനെ ഒരു മാതൃകയാണിത്. മാതൃകയായിട്ട് ഇപ്പം ഞാൻ നനയ്ക്കണുള്ളൂ ഇതിനെപ്പറ്റി, അല്ലാതെ തെറ്റായിട്ടൊന്നും ചിന്തിക്കാനില്ല. സന്തോഷത്തോടെ സ്വീകരിക്കുക, ഒരു അച്ഛനും അമ്മയും സന്തോഷത്തോടെ മോനായാലും ശരി മോളായാലും ശരി അതിനെ സ്വീകരിക്കുന്നതാണ് നല്ലത്, അല്ലാതെ അതിനെ അകറ്റി നിർത്തരുത്. എപ്പോഴെങ്കിലും മകൻ അമ്മ ഏകനായ ദൈവത്തെ വിശ്വസിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ളത് അമ്മയെ നിർബന്ധിക്കുകയോ അതിനു വേണ്ടി വീട്ടിൽ വഴക്കു കൂടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഒരിക്കലും അമ്മ നിർബന്ധിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പറയാറുണ്ടോ ഇസ്ലാം ഇതാണ് പഠിപ്പിച്ചു തരാറുണ്ട്, പറഞ്ഞു തരാം, കാര്യങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിർബന്ധിക്കാറില്ല. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു ബലപ്രയോഗമില്ല. സ്വന്തം മാതാവാണ് അവർ, മാഷാ അല്ലാഹ്, അവരോട് പോലും ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിർബന്ധ ബുദ്ധി എന്ത് ചെയ്യാറില്ല, അദ്ദേഹത്തിൻ്റെ സത്യവിശ്വാസിയായ മകൻ ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനം അതുപോലെ തന്നെ ലവ് ജിഹാദ് ഇത്തരത്തിലുള്ള പ്രവണതകളൊന്നുമില്ല. സത്യം സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ അത് മനസ്സിൻ്റെ തീരുമാനമാണ്. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്നുള്ളത് അത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും സത്യത്തിലൂടെ ജീവിക്കാനും സത്യത്തിൻ്റെ പാതയിലായി റബ്ബിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഞാൻ ആദ്യമൊക്കെ വെറുത്തു എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ മോനെ, അതായത് അമ്മയ്ക്ക് ആദ്യം വെറുപ്പായിരുന്നു, നല്ല വെറുപ്പായിരുന്നു എനിക്ക്. ഞാൻ അടിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, വീട്ടിൽ നിന്ന്. എന്നിട്ടും അവൻ എന്നോട് സ്നേഹത്തോട് അവന് ഒരു ഇതുമില്ല, ദേഷ്യമൊന്നും, അള്ളാഹുവിൻ്റെ ഇത് അനുഗ്രഹം കൊണ്ട് അവൻ ഒരു ദേഷ്യം അവൻ എന്നോട് കാണിച്ചിട്ടില്ല. അപ്പോഴും എന്നെ സ്നേഹത്തോടെയാണ് അവൻ ഉള്ള പെരുമാറ്റം. അതൊരു നല്ല വ്യത്യാസമായിട്ട് ഉള്ള പെരുമാറ്റമായിരുന്നു അവന്. സ്നേഹം തന്നെ അവൻ കാണിച്ചിട്ടുള്ളൂ. ഞാൻ വിട്ടാലും അവൻ അമ്മയെ വിടില്ല, കുടുംബത്തെ വിടില്ല എന്നുള്ളതായ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടിരുന്നു. പിന്നെ അമ്മ ഇതിനെ കുറിച്ച് ചിന്തിച്ചോ? എന്താണ് പിന്നീട് അമ്മയ്ക്ക് തോന്നിയത്? പിന്നെ ഞാൻ നല്ലപോലെ ചിന്തിച്ചു, മനസ്സിലാക്കി. അവൻ എന്നെ കുറേ മനസ്സിലാക്കിപ്പിച്ചു, ഞാനും ചിന്തിച്ചു. എന്നിട്ട് എനിക്ക് സ്വയം അറിഞ്ഞു സത്യം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. സത്യത്തിൻ്റെ നേർവഴിക്കാണ് ഞാൻ പിന്നെ ശരി. പ്രേക്ഷകർ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം, ഞാൻ എന്നും പറയണത് പോലെ തന്നെ ഇന്ത്യയിലെ നിയമസംഹിത നമ്മൾ അനുസരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ നിയമമായിട്ടാണ് സത്യവിശ്വാസികൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ വിശ്വസിക്കുന്നതും. മാതാപിതാക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, ഒരു പുരുഷൻ അവൻ്റെ മാതാവിനോടാണ് ഏറ്റവും കൂടുതൽ കടമകളുള്ളത്.
ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിനോടാണ് ഏറ്റവും കടമകളുള്ളത്. ഈ കടമകൾ പൂർത്തീകരിക്കാതെ എത്ര നമസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോറ്റത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തതുകൊണ്ടോ നമുക്ക് നാളെ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയില്ല. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന എത്രയോ അവിശ്വാസികളായ മാതാപിതാക്കളുണ്ട്. മക്കൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മക്കളെ തള്ളി പറയുന്ന അതല്ലെങ്കിൽ മക്കളെ ചീത്ത പറയുന്ന എത്രയോ ആളുകൾ. അവർക്കൊക്കെ ഈ അമ്മയിൽ വലിയൊരു ഗുണപാഠം നമ്മൾ കണ്ടെത്തുകയാണ്. ആദ്യം നല്ല ബലമായിട്ട് എതിർത്തു പറഞ്ഞാൽ ഇവൻ നിസ്കരിക്കുമ്പോഴും കൂടി എനിക്ക് ഭയങ്കര വെറുപ്പാണ്. ഇവൻ വാതിലടിച്ച് നിസ്കരിക്കുക. അപ്പോൾ അമ്മ നിങ്ങൾ അതൊരു കാര്യത്തിന് മാത്രമേ എന്നെ വിടി, നിങ്ങൾ ബാക്കി ഞാൻ എന്ത് ചെയ്ത് ഞാൻ കുടിക്കുന്നില്ല, വീഡിയോ വലിക്കുന്നില്ല, വേറെ ചീത്ത സ്വഭാവം എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ ഖുർആനെ മാത്രമല്ലേ ഞാൻ വായിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ആദ്യം അത് ബലമായിട്ട് അവൻ അതിനെ ബലമായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എല്ലാം അവൻ മനസ്സിലാക്കി. പിന്നെ ഞങ്ങളും അത് നല്ലപോലെ എതിർത്തുകൊണ്ടിരുന്നു. അവൻ അടിച്ചു, നീ പള്ളിയിലേക്ക് പോകണ്ട പറഞ്ഞു, ഇവൻ്റെ നിസ്കാരം കാണുമ്പോൾ എന്ന് പറഞ്ഞ് പല ശിക്ഷയും അവന് ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് താനേ മനസ്സിൽ ഉണർന്നു. എനിക്കേ ഒന്നും അറിയില്ല. താനേ ഞാൻ മനസ്സിലാക്കി കണ്ടെത്തിയ സത്യം സത്യമാണ്, ഇത് സത്യമാണെന്നുള്ളത് 100 വട്ടം ഞാൻ നല്ലപോലെ ഇപ്പം മനസ്സിലാക്കി. നിങ്ങളെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സഹോദരൻ മുഹമ്മദ് ബിലാലിൻ്റെയും പ്രിയപ്പെട്ട മാതാവിൻ്റെയും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് അവൻ്റെയും നമ്മളുടെയും പ്രിയപ്പെട്ട മുത്തിയമ്മേനെയാണ്. മാഷാ അല്ലാ, മുത്തിയമ്മേനോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം ഇൻഷാ അല്ലാ. എന്താണ് മുത്തിയമ്മ നിങ്ങളെ വിശേഷം? സുഖാണോ? ഇപ്പൊ സുഖം തന്നെ മേനെ, അൽഹംദുലില്ലാ. എന്താണ് സഞ്ജീവ് എന്ന ബിലാലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? സഞ്ജീവിനെ എന്ന് പറഞ്ഞ് സഞ്ജീവിന് ഞങ്ങൾ ഒരുപാട് അഭ്യാസം നടത്തി, അടുത്തില്ലാന്നേ ഉള്ളൂ. അപ്പൊ സഞ്ജീവിനെ മാറ്റി വെച്ചു. ബിലാലായപ്പോ ഇത്തിരി അരസമാധാനത്തിലിരിക്കണം. എന്താണ് ബിലാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? മുത്തിയമ്മേനോട് സ്നേഹമുണ്ടോ അതോ സ്നേഹക്കുറവുണ്ടോ? സ്നേഹവും അവൻ കുറവില്ല, സ്നേഹവും ഉണ്ട്. നമ്മൾ അടിച്ചാലും അവൻ തിരിഞ്ഞു നോക്കാണ്ട് പോകും. അങ്ങനെ മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് ദേഷ്യപ്പെടുമായിരുന്നോ? മുമ്പൊക്കെ ഇത്തിരി ദേഷ്യപ്പെട്ടു. ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ നന്നായിരിക്കണം അവര്. അതേ വേണ്ടു. ഇനിയിപ്പോ വീട്ടില് മരുമകളൊക്കെ വരാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടുപേരും നന്നായി ഇരിക്കണം. അതേ എന്റെ പ്രാർത്ഥനയുള്ളൂ. മകൻ കേട് വന്നിരിക്കല്ല ആണോ? കേട് വന്നു എന്ന് തോന്നുന്നില്ല. അപ്പോ കടയിൽ ആദ്യം തോന്നിയിട്ട് നീ പോടാ, നീ പിന്നെ ഞങ്ങളുടെ ഒന്നും അല്ല, നിന്റെ അച്ഛന്റെയും അമ്മന്റെയും മകനല്ല, അത്തരത്തിലൊക്കെ ചീത്ത പറഞ്ഞു. അപ്പൊ അവൻ എന്തു പറഞ്ഞു? അവൻ ചിരിക്കും. ചിരിച്ചു. അവൻ ചിരിക്കേ ഉള്ളൂ, ഒന്നും പറയില്ല. ഇതിനൊരു സമയം ഉണ്ടാവും. നിങ്ങൾ അവിടെ പോകുമ്പോ നമുക്ക് കാണണ്ടേ മൂമേ? എവിടെ പോകുമ്പോ? മരണപ്പെട്ടതിന് ശേഷം അവിടെ ഇഷ്ടാവിന്റെ അവിടെ പോകുമ്പോ നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വന്നോളി. സൃഷ്ടാവിന്റെ അടുത്ത് പോകുമ്പോ അവനെ കാണണമെങ്കിൽ നമ്മളൊപ്പം വന്നോളി എന്ന് പറയും. എപ്പോഴെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? നിർബന്ധമില്ല അവന്, പറഞ്ഞു തരും. നിങ്ങൾക്ക് നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളി, അല്ലെങ്കിലോ നിങ്ങളെ നമുക്ക് കാണാൻ കിട്ടില്ല. അവിടെ നമുക്കൊരു ഭാഗത്ത് പോണ്ടേ. അപ്പൊ അവിടെ എന്റെ മകനെ പോണു, വല്ല വേലിയോ പൊടിയോ ഉണ്ടോ എന്നാ കേട്ടു, ചോദിച്ചു. അവിടേക്കാണ് എല്ലാവരും കൂടി പോണ്. ഞാൻ പോണതൊപ്പം നിങ്ങൾ കുട്ടികളൊപ്പം പോണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എത്ര കാലം ജീവിക്കേണ്ടവരാണ്, ഞാൻ വേഗം പുകിലേ പറഞ്ഞു. ഒപ്പം പോയാലും നമ്മൾ ഒരു ഭാഗത്ത് പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരും അപ്പം പറയും. ഞങ്ങൾ തീർക്കും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്തായാലും അദ്ദേഹം മനസ്സിലാക്കിയ സത്യത്തിലേക്ക് നിർബന്ധിക്കുകയോ അതല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങളെ വാശി പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മാഷാ അല്ലാഹ്. എന്തായാലും ഇൻഷാ അല്ലാഹ് മകന്റെ കൂടെ പേരക്കുട്ടിയുടെ കൂടെ ഒരുപാട് കാലം ആഫിയത്തുള്ള ആരോഗ്യമുള്ള നല്ല മുത്തിയമ്മയായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹം ചെയ്യട്ടെ. കുറഞ്ഞ കാലത്തൊരു ജീവിതമാണ് നമുക്ക് ഭൂമിയിലുള്ളത്. നമുക്ക് മുമ്പ് എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഇന്ന് അവർ നമുക്ക് ഇടയിലില്ല. ഇന്നലെ രാത്രി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ പലരും ഇന്ന് രാവിലെ എന്ത് ചെയ്തിട്ടില്ല, എണീറ്റിട്ടില്ല. നമ്മൾ യാത്രക്കാരാണ് ഈ ഭൂമിയിൽ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ശാശ്വതരല്ലാത്തതുപോലെ തന്നെ ഭൂമിയിലും നമ്മൾ ശാശ്വതരല്ല. ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും ഭൂമിയിൽ ഒരു സൃഷ്ടാവില്ലാതെ ഉണ്ടാവണില്ല. എങ്കിൽ പിതാവിൻ്റെ രക്തത്തുള്ളിയിൽ നിന്നും ഇന്ദ്രിയ തുള്ളിയിൽ നിന്നും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മെ ഈ പരിപൂർണതയുള്ള ഒരു മനുഷ്യനാക്കി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കുക. അവൻ ഒരിക്കലും പുറത്തു തരാത്ത തെറ്റ് അവനല്ലാത്ത വസ്തുവിനോട്, സൃഷ്ടികളോട്, ശക്തികളോട് പ്രാർത്ഥിക്കുന്നതാണ്. ഖുർആനിൽ അത് ഇപ്രകാരമാണ് പറയുന്നത്: ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക്
വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ലല്ല ലലാല ബഈദ. അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത തെറ്റ് അള്ളാഹുവിനോട് പങ്കു ചേർക്കലാണ്, റബ്ബിനോട് പങ്കു ചേർക്കലാണ്. അള്ളാഹു എന്നുള്ളത് അറബി പദമാണ്, ആരാധനയ്ക്ക് അർഹൻ എന്നുള്ളതാണ്. മറ്റുള്ളതെല്ലാം ഒരു മനുഷ്യന് സംഭവിച്ചു, അവനവൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടിയാൽ അത് പുറത്തു കൊടുക്കും. ഏറ്റവും വഴിപിഴച്ച ആളുകളെക്കുറിച്ച് പറഞ്ഞത് വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ലല്ല ലലാല ബഈദ. അവർ സൃഷ്ടാവിന് പകരം സൃഷ്ടികളെ ആരാധിച്ചവർ എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം അതെന്തിനാണെന്ന് നമ്മളോട് കൽപ്പിക്കേണ്ടത്, പറയേണ്ടത് നമുക്ക് ജീവിതം നൽകിയവനാണ്. ഏതെങ്കിലും സൃഷ്ടികളോ വസ്തുക്കളോ മനുഷ്യനുണ്ടാക്കി വെച്ചതോ അല്ല നമ്മെ സൃഷ്ടിച്ചതും നമുക്ക് ജീവിതം നൽകിയതും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഹൃദയത്തിന് നന്മ തിന്മകൾ നൽകാൻ കഴിയുന്ന, നന്മ തിന്മകൾ തോന്നിക്കാവുന്ന നിയമങ്ങൾ നൽകാൻ കഴിയുന്ന പ്രപഞ്ചനാഥൻ്റെ വാക്കുകൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടും മറ്റുമായിട്ട് യുക്തിവാദികളൊക്കെ ഇസ്ലാമിനെയും അതുപോലെ തന്നെ ദൈവമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ ഊന്നി പറയുകയും പല ആളുകളും യുക്തിവാദത്തിലേക്ക് തിരിഞ്ഞു കളയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരോട് എന്താണ് താങ്കൾക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവരോട് പറയാനുള്ളത്? നല്ലൊരു ചോദ്യമാണ് മാഷാ അല്ലാഹ്. പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ഇസ്ലാമിനെ അറിയാത്തവരോടും ഇസ്ലാമിനെ മനസ്സിലാക്കി ഇസ്ലാമിൽ നിന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നവരോടും ഇസ്ലാമിനെ ഉള്ളവരോടും കൂടിയാണ് ഇൻഷാ അല്ലാഹ്. സാധാരണ ഒരു 4 കാലുള്ള ഒരു ജീവിൻ്റെ പുറകിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ജീവി പുറകോട്ട് തിരിഞ്ഞു നോക്കും, ഈ ശബ്ദം എവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഒരു ശബ്ദം നമ്മൾ തപ്പോട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനറിയാം പുറകിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടതുകൊണ്ടായതാണ് ഈ ശബ്ദം ഉണ്ടായെന്ന് ആ കുഞ്ഞിനറിയാം അല്ലേ. അപ്പോൾ ഒരു ശബ്ദം പോലും ഒരാൾ ഉണ്ടാക്കാതെ ഉണ്ടാകൂല അല്ലേ. ഒരു മൊട്ടുസൂചി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു സൃഷ്ടാവില്ലാതെ ഒരാൾ ഉണ്ടാക്കാതെ തീർച്ചയായും അതും ഉണ്ടാവൂല. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ബുദ്ധിഹീനമായ ചില വ്യക്തികൾ പറയാറുണ്ട് ഇതെല്ലാം താനേ പൊട്ടി മുളച്ചതാണെന്ന് പറയുന്നുണ്ട്. എത്ര ബുദ്ധിഹീനമായ ഒരു കാര്യമാണ് അല്ലേ. ജനിച്ചു വീണ ഒരു കുഞ്ഞിൻ്റെ പുറകിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കി നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞ് നോക്കും ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം ഉണ്ടായത് കുഞ്ഞിന് പോലും അറിയാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സോഴ്സ് ഈ ഭൂമിയിൽ ഈ ഒരു സമൂഹത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഈ കാണുന്ന ഈ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സാധാരണക്കാരനോട് പറയാനുള്ളത് നമ്മൾ ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ലോക സൃഷ്ടാവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ആ കുഞ്ഞ് ജനിക്കുന്നത് അല്ലേ. അങ്ങനെ ജനിച്ച് പിന്നെ അവരുടെ മാതാപിതാക്കൾക്ക് ആ കുട്ടിനെ ഏൽപ്പിക്കുമ്പോൾ ആ മാതാപിതാക്കൾ ഒരു പക്ഷേ ഏതെങ്കിലും ആചാരങ്ങൾ ഒരു പക്ഷേ ഹിന്ദു ആയിരിക്കാം, ഒരു പക്ഷേ മുസ്ലിം ആയിരിക്കാം, ഒരു പക്ഷേ ക്രിസ്ത്യൻ ആയിരിക്കാം. അവർ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോൾ അവർ ആ കുഞ്ഞിനെ എടുത്ത് ആ രീതി വളർത്തി വലുതാക്കി അങ്ങനെ കൊണ്ടുപോകുന്നു. പക്ഷേ നമ്മളാരും നമ്മുടെ വേദഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നതെന്നോ നമ്മുടെ ജീവിതശൈലി എന്താണെന്നോ നമ്മളാരും മനസ്സിലാക്കുന്നില്ല അല്ലേ. നമ്മൾ അവരെ മാതാപിതാക്കൾ നമുക്ക് എന്ത് പരിചയപ്പെടുത്തി തരുന്നു അതനുസരിച്ച് ഞാൻ ജീവിച്ചു പോകുന്നു. ഞാനങ്ങനെ ജീവിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ വലിയൊരു ഔദാര്യം കൊണ്ട് അവൻ്റെ വിശുദ്ധ ഖുർആൻ എനിക്ക് പഠിക്കാനും അതിനുള്ള ചാൻസും കിട്ടി. നമ്മൾ ഒരു ആളുടെയും നമ്മുടെ ബുദ്ധി അവരുടെ കാൽ കീഴിൽ നമ്മൾ പണയം വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തപരമായി ബുദ്ധി അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആ ജീവജാലങ്ങൾക്ക് അവരുടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വ്യക്തമായി ദൈവം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു താറാക്കോയുടെ കുഞ്ഞെടുക്കുന്നു, ഒരു കോഴിക്കൂടെ കുഞ്ഞെടുക്കുന്നു. കോഴിക്കൂടെ കുഞ്ഞ് താറാക്കോടെ കുഞ്ഞ് നമ്മൾ വെള്ളത്തിൽ വിടുന്ന സമയത്ത് എന്താവും, കോഴിക്കൂടെ കുഞ്ഞ് ജലത്തിൽ വട്ട് മുങ്ങിപ്പോകും. പക്ഷേ താറാക്കോടെ കുഞ്ഞോ നീന്തിപ്പോകും അല്ലേ. ഇതിനെ ആരാണ് അതിൻ്റെ മസ്തിഷ്കത്തിൽ വ്യക്തമായി അതിൽ രേഖപ്പെടുത്തി കൊടുക്കുന്നത് അല്ലേ. ജനിച്ചു വീണ ഒരു അണ്ണക്കുട്ടി നോക്കട്ടെ, ഒരു അണ്ണാൻകുട്ടിയായി മരം കയറുന്നു, ജനിച്ചത് മരം കയറുന്നു. ഒരു പശുക്കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ അകിട്, അതായത് എവിടെയാണ് അതിൻ്റെ അനുസരിച്ച് അത് എണിച്ച് തേടുന്നു. ഇതിൻ്റെയൊക്കെ ജനിതക കോഡിൽ ലോക സൃഷ്ടാവ് അതിൻ്റെ ജനിതക കോഡിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം ജീവിക്കണമെന്നും എന്തെല്ലാം ചെയ്യണമെന്നും. പക്ഷേ മനുഷ്യനെ മാത്രമാണ് സ്വതന്ത്രനായി സ്വതന്ത്രനായി വിട്ടിരിക്കുന്നത്. നമ്മൾക്ക് നന്മയത് അന്വേഷിക്കാനും കഴിയും, നന്മയിൽ ജീവിക്കാനും കഴിയും, തിന്മയിൽ ജീവിക്കാനും നമ്മളോട് കഴിയും. ഒരു ഗ്ലാസ്സിൽ ഞാനൊരു ശുദ്ധജലവും ഒരു അശുദ്ധജലവും വെക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ശുദ്ധജലം ഏതാണ് അശുദ്ധജലം ഏതാണെന്ന് നമുക്കറിയാം. അത് ചൂസ് ചെയ്ത് കുടിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ആത്മാർത്ഥമായി പറയുകയാണ്. അതായത് ഞാൻ പറഞ്ഞു വന്ന വിഷയം നമ്മൾ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ഒരു അശ്രദ്ധയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആപത്ത് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അത് സ്റ്റാൻഡ് തട്ടാതെ പോവുകയാണെങ്കിൽ ഞാൻ പറയും ഒന്ന് സ്റ്റാൻഡ് തട്ടി പോകണേ അല്ലേ പറയും. ഒരാൾ കണ്ണ് കാണാതെ പോവുകയാണെങ്കിൽ ആ കണ്ണ് കാണാതെ വ്യക്തിയോട് പറയും അവിടെ ഒരു കിണറുണ്ട് കേട്ടോ നിങ്ങളൊന്ന് സൂക്ഷിച്ച് പോകണം കേട്ടോ എന്ന് പറയുന്ന മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർക്കൊരു ആപത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ആ വിഷയം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായി പറയാനുള്ളത് നമുക്ക് ലോകരക്ഷിതാവിൽ നിന്നും എല്ലാ മനുഷ്യർക്കും മാർഗദർശനമായി ഇറങ്ങിയതാണ് ഈ വിശുദ്ധ ഖുർആനുള്ളത്. ഇത് എല്ലാവരും ഒരിക്കലെങ്കിലും അറിയേണ്ട ബാധ്യതയുണ്ട്. ഞാൻ ഈ ഖുർആനിനെ ഞാൻ പഠിച്ച ആദ്യത്തെ അധ്യായമാണ്
നാസ് പറഞ്ഞത്, സൂറത്തിൽ നാസ് എന്ന അദ്ദേഹമാണ് ഞാൻ ആദ്യം പഠിച്ചത്. ഈ സൂറത്തിൽ നാസ് പറഞ്ഞ് ജനങ്ങളിൽ സംബോധന ചെയ്തിട്ടാണ് പറഞ്ഞത് കുല്ലബ്ദു റബ്ബിന്നാസ് മാലിക്കിന്നാസ് ഇല്ലാഹിന്നാസ് അല്ലേ. കുല്ലബ്ദു റബ്ബിന്നാസ് പറയുക മനുഷ്യരുടെ രക്ഷിതാവിനോട്, കുല്ലബ്ദു റബ്ബിന്നാസ് മാലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോട്, ഇല്ലാഹിന്നാസ് മനുഷ്യരുടെ ആരാധനയോടാണ്, മനുഷ്യരിനെ പറഞ്ഞിട്ടാണ് പറയുന്നത്. കുല്ലബ്ദു റബ്ബിന്നാസ് മനുഷ്യരുടെ രക്ഷിതാവിനോടും മനുഷ്യരുടെ രാജാവിനോടും പറഞ്ഞിട്ടാണ് ഈ ഖുർആൻ്റെ അധ്യായം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക ജനവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സമുദായങ്ങൾക്കോ ഒന്നുമല്ല. അപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇറങ്ങിയ അവസാന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ പഠിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ സംഭാഷണങ്ങളിൽ നിന്നോ ഇല്ലെങ്കിൽ അവരുടെ ജീവിതചര്യങ്ങളിൽ നിന്നോ എല്ലാം നമ്മൾ വിശുദ്ധമായ ഖുർആനെ മനസ്സിലാക്കേണ്ടത് വ്യക്തമായ ഈ വായനയിലൂടെ, ഇതിലും പ്രവാചകൻ്റെ ചര്യയിലൂടെ. പ്രവാചകനെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് പ്രവാചകൻ തീവ്രവാദത്തിലേക്ക് ജനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. അതായത് നമുക്കൊക്കെ കാണാൻ കഴിയ ഒരു താടിയും തൊപ്പിയും ധരിച്ച ആളാണ് പല സ്ഫോടനങ്ങളും പല തീവ്രവാദത്തിനുമൊക്കെ പ്രചോദനമാകുന്നത്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ പ്രചോദനമാക്കുന്ന ഒരു വ്യക്തിയാണ് പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ കാരുണ്യത്തിൻ്റെ തിരുദൂതരാണ് പ്രവാചകൻ അല്ലേ. സ്വന്തം മോള് ഫാത്തിമ, അതായത് സ്വന്തം മോള് ഒരു വസ്തു മോഷ്ടിക്കുകയാണെങ്കിൽ പോലും എൻ്റെ മോളുടെ കൈ വരെ ഞാൻ വെട്ടണമെന്ന് വാഗ്ദാനം, കട്ടത് എൻ്റെ മോള് ഫാത്തിമയാണെങ്കിലും അവളുടെ കൈ വരെ വെട്ടണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലേ. ഭൂമിയിലുള്ളവരോട് കരുണ കാട്ടുവിൻ, ആകാശത്തുള്ളവരോട് കരുണ കാട്ടുന്നെന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ. അപ്പോൾ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഇസ്ലാമിനെ മനസ്സിലാക്കരുത്, പഠിക്കരുത്. ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥമായ അവസാന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ്റെ ചര്യയിൽ നിന്നും പഠിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഉണർത്തുന്നു. അതുകൊണ്ട് അതനുസരിച്ച് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മളെ തെറ്റിദ്ധാരണ, അതായത് ഞങ്ങളെപ്പോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ പോലെ ഞാൻ തെറ്റിദ്ധരിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ തെറ്റിദ്ധാരൻ്റെ കണ്ണുകൾ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അത് മനസ്സിലാക്കാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.